പ്രിയപ്പെട്ടവരെ, മലയാള സിനിമാ ലോകം മുഴുവനും കരഞ്ഞു വേദനയോടെ നിൽക്കുന്ന ഒരു വാർത്തയാണ് സലീം കുമാർ എന്ന് പറയുന്ന നടൻ്റെ മരണം. ഈ മരണത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണമറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി പാഠങ്ങൾ അതിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. മാത്രമല്ല, നമ്മൾ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ചുറ്റുഭാഗത്തുള്ള നമ്മുടെ കുടുംബക്കാർ മുഴുവൻ കരയുകയാണ്. മരിക്കാൻ പോകുന്ന നമ്മൾ മാത്രം ചിരിക്കുകയാണ്, സന്തോഷഭരിതരാവുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ചിരിച്ചു മരിക്കാൻ പറ്റുന്നത്? അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഒരു ദുആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ ദുആ പതിവാക്കുന്നവർക്ക് സന്തോഷിച്ച് ചിരിച്ച് ആനന്ദത്തിൻ്റെ കണ്ണീരോടെ മരിക്കാൻ പറ്റും. അത് ഏതാണ് ആ ദുആ? ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക വിജയം, ആഫിയത്ത്, ബറക്കത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവാർ ഫജറിൻ്റെ കുടുംബം കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, ദുആ ചെയ്യുന്ന, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നിൻ്റെ ഈ ഒരു പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ ദിവസത്തിൽ മലയാള ലോകത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു നൊമ്പരം അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാകുന്നൊരു വാർത്തയാണ് നമ്മുടെ മുന്നിൽ വന്നത്. അതായത് മലയാള സിനിമയിലെ ഒരു പ്രഗത്ഭനായ പ്രതിഭ സലീം കുമാർ എന്ന് പറയുന്ന ഒരു നടൻ്റെ വിയോഗം. അത് വലിയൊരു ചർച്ചയും വാർത്തയുമായിട്ട് നമ്മുടെ മുന്നിൽ വരികയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് ചില വിഷയങ്ങൾ ഒന്ന് ചേർത്തി മനസ്സിലാക്കാനുണ്ട്. അതായത്, ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു 2-3 പതിറ്റാണ്ട് മുഴുവനും മറ്റുള്ള മുഴുവൻ ആളുകളെയും സമൂഹത്തെയും ചിരിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ അധ്വാനങ്ങൾ ചെലവഴിച്ചു. അവസാനം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഫാൻസ്, ആളുകൾ മുഴുവനും കരഞ്ഞ് യാത്രയാക്കേണ്ട വലിയൊരു വേദനാജനകമായൊരവസ്ഥ. അങ്ങനെയാണ് അതിൻ്റെ വിടവാങ്ങൽ വരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മരണകാരണത്തെക്കുറിച്ച് വാർത്തകൾ പരിശോധിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ കാരണം, രോഗകാരണം എന്ന് പറയുന്നത് ലിവർ സിറോസിസ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ ചില പഠനങ്ങൾ നമുക്ക് കൂടുതലായി നടത്തേണ്ടുള്ളത്. അതായത് ലിവർ സിറോസിസ് വന്നു, അതേപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടത്തി, ലിവർ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തി, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് പ്രയാസങ്ങൾ കൂടി, അങ്ങനെ ഹോസ്പിറ്റലിലായി, അങ്ങനെ പ്രയാസമായി, അങ്ങനെ മരണപ്പെട്ടു പോയി എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഈ ഒരു രോഗം ഭൂരിഭാഗം ആളുകൾക്കും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റാതെ, അതായത് തുടക്കത്തിലേ അതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല, പിന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ഏശാത്ത അവസ്ഥയിലേക്ക്, രോഗം മൂർച്ഛിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരവസ്ഥ കണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ കാരണങ്ങൾ പലപ്പോഴും, ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാനുള്ള കാരണം പല കാരണങ്ങളും പറയുന്നുണ്ട്. ചില അണുബാധകൾ കാരണമാണ് ലിവർ സിറോസിസ് വരാനുള്ള കാരണം എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫാറ്റി ലിവർ തുടക്കത്തിലൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾ മൈൻഡ് ചെയ്യാത്തൊരു കേസാണ്. അതിങ്ങനെ മൂർച്ഛിച്ച് അതിൻ്റെ അളവ്, അതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവമായി, പിന്നെ ഈ ഫാറ്റി ലിവർ സിറോസിസിലേക്ക് കാര്യങ്ങൾ മാറും, പ്രയാസത്തിലേക്ക് കൂടുതൽ പോകും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ അളവിലുള്ള മദ്യപാനത്തിൻ്റെ അമിതമായ ഉപയോഗം, അത് ലിവർ സിറോസിസും ഭയങ്കരമായ പ്രശ്നത്തിലേക്കും പോകാനൊക്കെ കാരണമാണെന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ സലീം കുമാറിൻ്റെ മരണകാരണമായ രോഗത്തിൻ്റെ അവസ്ഥകൾ എന്താണ് അതൊന്നും നമുക്കറിയില്ല. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ ഇപ്പോൾ മിനിമം പിന്നെ നമ്മുടെ ലിവറിൽ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടിക്കൊണ്ടുള്ള ഈ ഒരു പ്രയാസം, അതായത് നമ്മുടെ ഈ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഭൂരിഭാഗം ആളുകൾക്കുണ്ട്. അതിൻ്റെ തുടക്കത്തിലെ പ്രിയപ്പെട്ടവരെ നമ്മളത് തിരിച്ചറിയുകയും അതിനുള്ള കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മരുന്നും പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതശൈലി ഒന്ന് ചിട്ടപ്പെടുത്തുക. കാരണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നത് ഒരാളുടെ ശരീരത്തിൻ്റെ പുറമെയുള്ള അല്ലെങ്കിൽ അകത്തുള്ള ഒരു അവയവവും കേടാകാൻ പാടില്ല. അതിനെ കൃത്യമായിട്ട് ആരോഗ്യപരമായി ഹെൽത്തിയായി നിലനിർത്തണം. അതിനുള്ള
ഭക്ഷണവും വ്യായാമവും കൃത്യമായ ഉറക്കവും ശ്രദ്ധിച്ചു കൊടുക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ പിന്നീട് വരാൻ പോകുന്ന ഫീഡ്ബാക്ക്, ഫ്യൂച്ചർ വലിയ പ്രയാസങ്ങളും വേദനകളും നിറഞ്ഞതായിരിക്കും. ഈ രോഗങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ വേദനകളുടെയൊക്കെ പ്രയാസം സഹിക്കാൻ പറ്റാത്തത്രയാകും. അപ്പോൾ അതിലേക്കൊന്നും പോകാത്ത തരത്തിൽ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ മദ്യപാനം എന്ന് പറയുന്നത് ഏതായിരുന്നാലും അതിൻ്റെ ടേസ്റ്റ് എന്താണ്, മധുരമാണോ പുളിയാണോ ചവർപ്പാണോ എന്ന് നോക്കാൻ പോലും, ടേസ്റ്റ് അറിയാൻ പോലും നാവിൽ വെക്കാൻ പാടില്ല. അവിടെ നിന്ന് തന്നെ ഹറാമിൻ്റെ, അള്ളാഹുവിൻ്റെ ശക്തമായ നിരോധനം വരുന്നുണ്ട് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിലേക്ക് പോകാൻ പറ്റുന്നില്ല, പോകുന്നില്ല എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈ ഫാറ്റി ലിവറിലേക്കും അങ്ങനെ ലിവർ സിറോസിസിലേക്കൊക്കെ പോകാൻ ഒരു പരിധിവരെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. സാധാരണ ഭക്ഷണം ക്രമീകരിക്കണം, നല്ല നാച്ചുറൽ ഫുഡ് കഴിക്കണം. കെമിക്കൽ ഫുഡുകൾ അങ്ങനെ ഒരുപാടായിക്കഴിഞ്ഞാൽ ശരീരം അതിനെ കൃത്യമായിട്ട് റിയാക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ശരീരം രോഗാവസ്ഥയിലേക്ക് പോകും, ആന്തരിക അവയവങ്ങളൊക്കെ മോശമായി പോകും എന്നൊക്കെ സർവ്വസാധാരണമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നസീഹത്ത്, ഉപദേശങ്ങളൊക്കെ, സംസാരങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ സാധാരണ പറയുന്നൊരു കമൻ്റ് ഉണ്ട്, ഏതായിരുന്നാലും മരിച്ചു പോകില്ലേ ഉസ്താദേ, അള്ളാഹു കണക്കാക്കി ആയുസ്സിൽ മരിക്കും, അതുകൊണ്ട് ഇഷ്ടമുള്ളത് നമുക്ക് കഴിച്ച് ജീവിച്ച് അങ്ങനെ മരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാവിൻ്റെ കേവലം ടേസ്റ്റിന് വേണ്ടി മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത്തരണത്തിലുള്ള വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ശരീരത്തിന് അമിതഭാരം ഉണ്ടാവുക, അമിതഭാരം, അതേപോലെ തന്നെ വയറിൻ്റെ ചുറ്റുഭാഗത്തും ക്രമാതീതമായി കൊഴുപ്പുകൾ ധാരാളം അടിഞ്ഞുകൂടുന്ന അവസ്ഥ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഫാറ്റി ലിവർ, പിന്നെ അത് മൂർച്ഛിച്ച് ലിവർ സിറോസിസിലേക്കൊക്കെ പോകാൻ വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ പഞ്ചസാരയുടെ, മധുരത്തിൻ്റെ അമിതമായ ഉപയോഗം, അതേ മധുര പാനീയങ്ങൾ, കോളകൾ പോലുള്ള ഐറ്റംസുകളൊക്കെ ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശമാണ്. പലപ്പോഴും ദാഹം തീർക്കുന്നത് ഇത്തരം പാനീയങ്ങൾ കൊണ്ടാണ്. അതൊക്കെ ശരീരത്തിൻ്റെ ആന്തരികാവയവങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ലിവറിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞുകൂടാനും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതേപോലെ തന്നെ മൈദയുടെ അമിതമായ ഉപയോഗം, വറുത്തത് പൊരിച്ചതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുക, അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, അതൊക്കെ നമ്മൾ സർവ്വസാധാരണമായി, അതായത് ഓരോ ദിവസവും കഴിക്കുന്ന ആഹാരം മുഴുവൻ ഫാസ്റ്റ് ഫുഡാണ്. എപ്പോഴെങ്കിലൊക്കെ യാത്രയിൽ എപ്പോഴെങ്കിലൊക്കെ കഴിച്ചു, അങ്ങനെയല്ല. ഇത് സർവ്വസാധാരണമായ നമ്മുടെ ഒരു ഉപയോഗമായി, ശൈലിയായിട്ട് മാറി തുടങ്ങി. വീട്ടിൽ തന്നെ ആഹാരം വെക്കുന്നതിൽ സഹോദരിമാർ റിവേഴ്സ് നിൽക്കുക, ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് കഴിക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഭക്ഷണം പുറത്തു പോയപ്പോൾ കഴിക്കേണ്ടി വന്നു, അങ്ങനെയല്ല, കഴിക്കാൻ വേണ്ടി തന്നെയായി പുറത്തു പോകുന്ന ഒരു ശൈലിയൊക്കെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ ആഹാരം വേണ്ട, നന്നായിട്ട് ശ്രദ്ധിക്കണത്. നമ്മുടെ അടുത്ത ജനറേഷൻ, അടുത്ത തലമുറ രോഗിയായി നരകിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ തന്നെ കാണേണ്ടി വരും. നമ്മുടെ മക്കൾ വേദനിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നത്? നമ്മൾ നമ്മുടെ അധ്വാനവും നമ്മുടെ ക്യാഷും മുടക്കിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായ ബോധം നമുക്ക് അനിവാര്യമാണ്. ഇസ്ലാം അതിന് കൃത്യമായിട്ട് പാഠങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളുടെ അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ഇത്തരം മോശപ്പെട്ട ഒരു സംസ്കാര രീതി കൊണ്ട് ഒരിക്കൽ നമ്മൾ അപകടത്തിലേക്ക് പോകാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഇൻസുലിൻ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നടക്കാതെ പോയാൽ, ഇപ്പോൾ പ്രമേഹം, ഡയബറ്റിക്, അതെല്ലാം എങ്ങോട്ട് വരുന്നുണ്ട്? ഫാറ്റി ലിവറിലേക്ക് വരുന്നൊരവസ്ഥ വരുന്നുണ്ട്, വലിയ പ്രയാസത്തിലേക്ക് പോകുന്നുണ്ട്. അത് നമ്മുടെ കരളിൽ, ലിവറിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഒരു കാരണമാകും. അതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, വ്യായാമക്കുറവ് വലിയൊരു വില്ലനാണ്. അത്യാവശ്യം വ്യായാമം ചെയ്ത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോറേജ് ചെയ്യുന്ന തരത്തിലേക്ക് ഊർജം, അല്ലെങ്കിൽ കൊഴുപ്പായിട്ട് മാറ്റിവെക്കുന്ന, എടുത്തു വെക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ പാടില്ല. ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ഒന്ന്, നമ്മുടെ ശരീരത്തിന് എന്ത് വർക്കൗട്ടായി, ഇന്നിപ്പോൾ വാർക്കപ്പണിക്ക് പോകുന്ന ആളുണ്ട്, ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുണ്ട്, രണ്ടുപേർക്കും രണ്ട് ഊർജമാണ് വേണ്ടത്. രണ്ടുപേരും ഭക്ഷണം കഴിക്കേണ്ട അളവൊന്നല്ല, രണ്ടുപേരും കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ സമയമൊന്നല്ല, രണ്ടുപേരും രണ്ട് തരത്തിലാണ് ഊർജം അവരുടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മളുടെ പണി എന്താണ് എൻ്റെ പണി, നമ്മളുടെ പണി എന്താണ്? ആ പണിക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഫുഡാണ്, ഊർജമാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക്
ഇപ്പോൾ ഒരു 100 ഊർജമാണ് വേണ്ടതെങ്കിൽ നമ്മൾ 200 ഊർജം അല്ലെങ്കിൽ കൂടുതൽ കിട്ടുന്ന ഭക്ഷണമാണ് കഴിച്ചതെങ്കിൽ 100 നമ്മുടെ അധികമാണ്. ആ 100 നമുക്ക് ഫാറ്റായിട്ട് എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ വയറിൻ്റെ ഭാഗത്തും പിന്നെ പല ഭാഗത്തുമായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. ഇത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് വരും. അപ്പോൾ ചെയ്യേണ്ട പണി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിന് എന്താണ് അധ്വാനം, എന്താ നമ്മുടെ പണി, ആ അധ്വാനത്തിനുള്ള ഊർജ്ജമേ നമ്മൾ ശരീരത്തേക്ക് കൊടുക്കാൻ പാടുള്ളൂ, അതിനുള്ള ഫുഡേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫുഡ് നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യണം. എന്നാൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും ഒഴിവായി പോകേണ്ട അല്ലെങ്കിൽ കത്തിപ്പോകേണ്ട ഫാറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കുക. ശരീരം വിയർക്കുന്ന തരത്തിൽ ഏത് അധ്വാനങ്ങളും, ഇസ്ലാം നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഏത് അധ്വാനങ്ങളും വ്യായാമങ്ങളും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. കാരണം ശരീരത്തെ, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു നടപടിക്രമമല്ല, അത് നിർബന്ധമായൊരു കേസാണ്. ഒരിക്കലും നമ്മുടെ ശരീരത്തിന് പ്രയാസകരമായ തരത്തിലേക്ക് നമ്മുടെ കരങ്ങളെ നമ്മൾ നീക്കാൻ പാടില്ല. ഖുർആന്റെ ശക്തമായ നിരോധനമുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ഒരു സലീം കുമാറിൻ്റെ മരണത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താ അതിലുള്ള പാഠം? എല്ലാവരെയും ചിരിപ്പിച്ചു അദ്ദേഹം ജീവിതത്തിൽ, അല്ലേ? മലയാള സിനിമയ്ക്ക് വല്ലാത്ത നൊമ്പരമായി, നികത്താനാവാത്ത വിടവായി എന്നൊക്കെ വാർത്തകളും പിന്നെ അതിൻ്റെ വിവരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ചുറ്റുഭാഗത്തും ഉള്ളവർ മുഴുവനും കരഞ്ഞു. നമ്മളുടെ ജനനത്തിൽ, നമ്മൾ ജനിച്ചു വീണ സന്ദർഭം ആലോചിച്ച് നോക്കി, നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ കുട്ടിയുടെ കരച്ചിൽ നമുക്ക് ഒരു ആശ്വസിപ്പിക്കേണ്ട, സമാധാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് നമുക്ക് വിഷമില്ല. ചുറ്റുഭാഗത്തുള്ളവർ മുഴുവനും ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, ലഡു കൊടുക്കുന്നു, മധുരം കൊടുക്കുന്നു. കാരണം നമ്മൾ ജനിച്ചു വീണു, ഒരു കുഞ്ഞു പിറന്നു. അപ്പോൾ ചുറ്റുഭാഗത്തുള്ളവർക്ക് വല്ലാത്ത ചിരിയും സന്തോഷവുമാണ്. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ ഓപ്പോസിറ്റ്, ഈ മനുഷ്യൻ്റെ കുട്ടി വലുതായി അങ്ങനെ മരിക്കുന്ന സന്ദർഭത്തിൽ, ഇയാൾ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സന്ദർഭത്തിൽ ചുറ്റുഭാഗത്തുള്ളവർ മുഴുവൻ കരയുകയാണ്. യഥാർത്ഥത്തിൽ ഈ മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യനും കരയാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ്. ഒരു മുസ്ലിം ഈ ലോകത്ത് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ എന്തിനാണെന്നറിയോ? ആ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചിരിക്കണം. ചുറ്റുഭാഗത്തുള്ളവർക്ക് മുഴുവനും സങ്കടമാണ്, കണ്ണീരാണ്, കരയുകയാണ്. പക്ഷേ നമ്മൾ കരയല്ല, നമ്മൾ ചിരിക്കുകയാണ്. ചിരിച്ചാണ് മരിച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിരിച്ചു മരിച്ചു പോകാനുള്ള കാരണം? അങ്ങനെ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വർഗത്തിലെ മഖഅദ്, ഇരിപ്പിടം കാണിക്കാതെ അല്ലാഹു മരിപ്പിക്കൂല. മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നിസ്കാരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവരെ കുറ്റം പറയാതെ, കളിയാക്കാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വാക്കുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗം കണ്ടു മരിക്കേണ്ടി വരും. സ്വർഗം കാണുമ്പോൾ ആനന്ദ കണ്ണീര് വരുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മുഅ്മിനായൊരു മനുഷ്യന് സ്വർഗം കിട്ടി, അള്ളാന്റെ റഹ്മത്ത് കിട്ടി എന്നതിൻ്റെ അടയാളം ലൈവായിട്ട് കാണാൻ പറ്റും. അയാളുടെ നെറ്റി നോക്കിയാൽ മതി, നെറ്റി വീർത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ വാൽക്കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടാവും. മരിക്കുന്ന മനുഷ്യന് യഥാർത്ഥത്തിൽ അത് ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. അപ്പോൾ മരിക്കാൻ പോകുന്ന മനുഷ്യൻ മരിക്കുന്ന വേളയിൽ സന്തോഷിച്ച് ചിരിച്ചു മരിക്കുന്നു. ചുറ്റുഭാഗത്തുള്ളവർ കരയുന്നു. ജനിച്ചപ്പോൾ ഈ മനുഷ്യൻ കരഞ്ഞു, ഈ മനുഷ്യക്കുട്ടി കരഞ്ഞു, എല്ലാവരും ചിരിച്ചു. ഈ ഒരവസ്ഥ. അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ ചിരിച്ചു മരിക്കാൻ പര്യാപ്തമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറണം. അല്ലാഹുവേ, ഇന്ന് ഞാനങ്ങ് മരിച്ചുപോയാൽ, എൻ്റെ ഇന്നത്തെ നിസ്കാരം ഞാൻ ഒഴിവാക്കിയവനായി ഖബറിലേക്ക് ചെന്നാൽ പരാജയപ്പെടുമല്ല അല്ലാ. ഇന്ന് ഞാൻ മരിക്കൂല എന്ന് എനിക്കും പറയാൻ പറ്റില്ല, എൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഒന്നും പറയാൻ പറ്റില്ല, ഒരാൾക്കും പറയാൻ പറ്റില്ല ഇന്ന് ഞാൻ മരിക്കൂല. ആലോചിച്ച് നോക്കി, ഇത്രയും വലിയ സംവിധാനങ്ങളും ഇത്രയും വലിയ സെറ്റപ്പും വലിയ വലിയ അവാർഡുകളെല്ലാം നേടിയെടുത്ത ഒരു പ്രഗത്ഭനായ പ്രതിഭ എന്നുള്ള നിലക്ക് മലയാള സിനിമ ലോകം കാണുന്ന ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ എൻ്റെ വിയോഗം ഇന്ന ഡേറ്റിൽ നടക്കുമെന്ന്? ഇല്ല. എത്രയോ സംവിധാനങ്ങളുണ്ട്. മരിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ റഷ്യയിലേക്ക് ഭയങ്കരമായ പഠനങ്ങൾ നടക്കുകയാണ്. അതായത് ഒരാൾക്ക് പ്രായമാകാതിരിക്കാൻ 60 വയസ്സായ മനുഷ്യൻ്റെ ആന്തരികാവയവങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് പിന്നെ പുതിയ, അതാണ് ഒരു 3D പ്രിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് പുതിയ അവയവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് 20 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിൻ്റെ പ്രായത്തിലേക്ക് മടങ്ങാം. അപ്പോൾ മരണമില്ലാതെ അങ്ങനെ ജീവിക്കാം.
അല്ലെങ്കിൽ ചെറുപ്പക്കാരനായിട്ട് എന്നും നിൽക്കാം. അതിനുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇത്തരം സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും പറയാൻ പറ്റാതെ എൻ്റെ മരണം എപ്പോഴാണ് അല്ലാഹു ആലം, നമ്മുടെ മരണം എപ്പോഴാണ് അല്ലാഹു ആലം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? എപ്പോഴും ഒരുങ്ങിയിരിക്കുക മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം. ആ ഒരുക്കം നടത്തി കൊണ്ടിരിക്കുക. ഒരാൾ മരിച്ചാലും അയാൾ ഏറ്റവും നല്ല മരണം വരിച്ചവനാണെന്നാണ്. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കാണാമല്ലോ. അല്ലാഹുവേ, മരിക്കുന്ന നേരത്ത് നീ എനിക്ക് ബറക്കത്ത് ചെയ്യണം. ജീവിതത്തിലും സമ്പത്തിലും കുട്ടികളിലും കുടുംബത്തിലും ജോലിയിലും അധ്വാനത്തിലും എല്ലാം ബറക്കത്തിനോട് ചോദിച്ചു. നീ ബറക്കത്ത് എമ്പാട് തന്നിട്ടുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ബറക്കത്തോട് എനിക്ക് ചോദിക്കാനുണ്ട്, ഞാൻ മരിക്കും വരിക്ക് ബറക്കത്ത് ചെയ്യണം. ഇത് മരണചിന്തയുള്ള ഒരാൾക്ക് അവൻ്റെ കൽബിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അല്ലാഹുമ്മ ബാരിക് ഫിൽ മൗത്ത്. അല്ലാഹുവേ, എൻ്റെ മരണത്തിൽ നീ ബറക്കത്ത് ചെയ്യണം. വഫീമാ ബഅദൽ മൗത്ത്. മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ടല്ലോ, ഞാൻ കിടക്കാൻ പോകുന്ന മണ്ണിൻ്റെ ഒരു വീട്, ഒരു ജീവിതം, ബർസഖ്, അവിടെയും നീ ബറക്കത്ത് നൽകണം, ശേഷമുള്ളതിലും ബറക്കത്ത് നൽകണം. ഈ ദുആ ഒരാൾ പതിവായി എത്രയോ എണ്ണങ്ങൾ ആവർത്തിച്ച് ചൊല്ലിയാൽ, ഹദീസിലൊക്കെയാണ് 25 തവണ ഒരു ദിവസം ഈ ദുആ റിപ്പീറ്റ് ചെയ്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മാത്ത ഷഹീദ, അവിടെ മരണം ഷഹീദായിട്ടുള്ള മരണമാണ്, ഇഷ്ടപ്പെട്ട മരണമാണ്. ഷഹീദിൻ്റെ മരണം ചിരിച്ചു മരിക്കുക എന്ന് പറയുന്നത്. ഷഹീദിൻ്റെ മരണമാണ് മരിക്കുമ്പോൾ ആനന്ദ കണ്ണീര് വരിക എന്ന് പറയുന്നത്. ഷഹീദിൻ്റെ മരണമാണ് സ്വർഗം കണ്ടിട്ട് പടച്ചോൻ ഇപ്പം തന്നെ പോകണം അല്ലാ എന്ന് തോന്നുന്ന നല്ല മരണം. ആ ഒരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ മാറണം. നമ്മൾ മരിക്കുമ്പോൾ ചുറ്റുഭാഗത്തുള്ളവർ കരയുന്നു, നമ്മളും കരയുക. കരഞ്ഞ് വേദനയോടെ മരിച്ചു പോവുക. ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് മരിക്കുമ്പോഴല്ല ചിന്തിക്കേണ്ടത്, ഇപ്പോഴാണ് ചിന്തിക്കേണ്ടത്. അള്ളാഹു നല്ലൊരു മരണം വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവസാനം എല്ലാ മനുഷ്യർക്കും അവരുടെ തിന്മകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന, മുഴുവൻ അപരാധങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്ന ഒറ്റ ദിക്ർ, നമ്മുടെ ജീവിതത്തിൽ ദിക്ർ ചെല്ലുന്നവരാണ്. ആ ദിക്റൊന്ന് പറഞ്ഞു കിട്ടാൻ, അതിനാണ് അധ്വാനം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തുൽ ഉലിയ, കലിമത്തുൽ ത്വയ്യിബയാണ്. അത് ഉറക്കെ പറഞ്ഞു മരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എല്ലാവർക്കും അവരവർ ഉദ്ദേശിക്കുന്ന ഖൈറുകൾ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും നമ്മൾ ജീവിതത്തിൽ വെറുക്കപ്പെടുന്ന എല്ലാ ശർറുകളും അള്ളാഹു തടഞ്ഞു വെച്ച് കാവലിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.